നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിബ്രോണിക്സിൻ്റെ ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സിബ്രോണിക്സ് എന്ന് പറയുന്നത്. സിബ്രോണിക്സിൻ്റെ ZEB ട്രാൻസ്ഫോമർ പ്രീമിയം ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസ് ആണ്. ഒരു കോംബോ കിറ്റാണ്. അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാൻ പോവാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിങ്ങും ഔട്ട്ലുക്കും ഒന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഫുള്ള് ഒരു ബ്ലാക്ക് മയമാണ്. ഒരു ട്രാൻസ്ഫോമർ ലുക്കൊക്കെ ഉണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേ ഒരു ലുക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സോ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അല്ല, പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കീബോർഡ് വിത്ത് റൂബേ കീ, അതായത് നമ്മുടെ ഇന്ത്യന് വേണ്ടിയിട്ട് റൂബേ കീ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മൾട്ടിമീഡിയ കീസ് കൊടുത്തിട്ടുണ്ട്. കുറേയധികം ഫീച്ചേഴ്സ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മൗസിൻ്റെയും ഗെയിമിംഗ് കീബോർഡിൻ്റെയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്ന ഒരു യൂസർ മാനുവലാണ്. ഓഫ് കോഴ്സ് എല്ലാ പ്രോഡക്റ്റിൻ്റെ കൂട്ടിലും യൂഷ്വലി കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ കോണ്ടൻസ് ഉണ്ട്, അതുപോലെ എങ്ങനെയൊക്കെ ലൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മുടെ ഗെയിമിംഗ് കീബോർഡ് തന്നെയാണ്. പാക്കിങ് എന്തോ പൊട്ടിച്ച പോലെയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. കണ്ടല്ലേ, അടിപൊളി സാധനമാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അലൂമിനിയം ബോഡിയാണ്. ഇതിനകത്ത് ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത്. താഴെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു കവറിങ് കൊടുത്തിരിക്കുന്ന അലൂമിനിയം ബോഡി വിത്ത് ട്രാൻസ്ഫോമേഴ്സ് ലുക്കിലാണ്. ഒട്ടും രക്ഷയില്ല. എനിക്ക് എൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതൊരു പുതിയ പ്രോഡക്റ്റ് ഒന്നുമല്ല. 1-2 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തിട്ടേക്കാന്ന് കരുതിയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ വരുന്നത് USB കേബിൾ എന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതും ഒരു ട്രാൻസ്ഫോമർ ലുക്കിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മൗസാണ് രണ്ടാമതായിട്ടുള്ളത്. അതും ഒരു രക്ഷയില്ല. ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് പോലാണ് ശരിക്കും ഈ ഒരു മൗസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ട് അതിനും മൗസിനും ഒരു സിൽവർ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു അലൂമിനിയം പാഡിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കീസ് വരുന്നത് ഏകദേശം 6 കീസാണ് മൗസിൽ വരുന്നത്. ഗെയിമിംഗ് കൺസോളാണ് ഫുള്ള്. അടിപൊളിയാണ്. അതും നമ്മുടെ പ്രീമിയം കേബിൾസാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇനി ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2000. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കീബോർഡ് ഓൺ ചെയ്ത് വരുമ്പോൾ ഉള്ളത് ലുക്ക് എന്ന് പറയുന്നത്. ലൈറ്റ് ഏകദേശം 6-7 കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബ്ലിങ്ക് ആയിട്ട് ഇങ്ങനെ കിടക്കും. നല്ലത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ടുള്ള, കാരണം പ്രീമിയം ആണെങ്കിൽ പോലും പ്രൈസ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം ഇന്നത്തിരയുള്ള ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.